കാരുണ്യവാനായ എൻ്റെ ഈശോയെ, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു. എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ. ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ. എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങയുടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ. ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കെണികളും ഭേദിക്കുവാനും അങ്ങയുടെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ. എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ. സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ. ആമേൻ. 127 സങ്കീർത്തനം. എല്ലാം ദൈവത്തിൻ്റെ ദാനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം കൊണ്ട് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. ഇന്നത്തെ വചനം. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. വിശുദ്ധ മത്തായി 21:38. മറ്റുള്ളവരെ വേദനിപ്പിച്ച് കൈവരിക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ നാശത്തിന് കാരണമാകുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രായമത്രയായാലും ആർത്തിക്ക് അന്തമില്ല എന്നതാണ് പരമാർത്ഥം. മണ്ണിനു വേണ്ടി മത്സരിക്കുമ്പോൾ മറന്നുപോകരുത് മണ്ണിലേക്ക് നമ്മെ അയച്ചവനെ. ജീവിതയാത്രയിൽ അത്യാഗ്രഹം വെടിയാനും ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടുവാനും ക്രൂശനായ കർത്താവെ, എന്നെയും സഹായിക്കണമേ. പരിശുദ്ധ പരമദിവികാരുണ്യമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. എന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും, അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തൻ